ബേപ്പൂർ മണ്ഡലം സ്ഥാനാർത്ഥി പി.എ. മുഹമ്മദ് റിയാസിന്റെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് പര്യടനം സമാപിച്ചു. അവസാന ദിവസം സ്ഥാനാർത്ഥിയെ സ്വീകരിക്കാൻ വിവിധ സ്ഥലങ്ങളിൽ സ്ത്രീകളടക്കമുള്ള ജനക്കൂട്ടമാണ് കാത്തുനിന്നത്. ബേപ്പൂർ മണ്ഡലം LDF സ്ഥാനാർത്ഥി മുഹമ്മദ് റിയാസിന്റെ പര്യടനം പെരുമുഖം തീയത്ത് താഴത്തു നിന്നും ആരംഭിച്ചു. കൊളത്തോട്ട്, കല്ലമ്പാറ, കൈതോലിപ്പാടം, കരിപ്പാത്ത്, വലിയ കുണ്ടായിത്തടം, പൂത്തോളം, വെസ്റ്റ് നല്ലൂർ വില്ലേജ് ഓഫീസ് റോഡ്, കരുവൻതിരുത്തി, ഏറ്റാൻകുളം എന്നിവിടങ്ങളിൽ സ്ഥാനാർത്ഥിക്ക് സ്വീകരണമൊരുക്കി. കരുവൻതിരുത്തി ചെറുമാട്ടുമ്മൽ എത്തിയപ്പോൾ കോൽക്കളി സംഘത്തിന്റെ അകമ്പടിയെ വരവേറ്റു. കോഴിക്കോട് ബൈപ്പാസ് യാഥാർത്ഥ്യമായതോടുകൂടി അതിന്റെ ഏറ്റവും വലിയ ഗുണഭോക്താക്കൾ ബേപ്പൂർ മണ്ഡലത്തിലെ ജനങ്ങളാണ്. കാരണം ഈ ബൈപ്പാസ് ഇല്ലായിരുന്നെങ്കിൽ പ്രധാനപ്പെട്ട വാഹനങ്ങളൊക്കെ കോഴിക്കോട്ടേക്ക് എത്തുക അല്ലെങ്കിൽ വടക്ക് ഭാഗത്തേക്ക് പോവുക ബേപ്പൂർ മണ്ഡലത്തിലെ റോഡുകളിലൂടെയാണ്. രാമനാട്ടുകര, ഫറൂഖ് പേട്ട, ഫറൂഖ് ചുങ്കം, ഫറൂഖ് പേട്ട, ചെറുവണ്ണൂർ, അരീക്കാട്, മീൻചന്ത അങ്ങനെയാ പോവുക. ഈ ബൈപ്പാസ് ഇല്ലാത്തൊരു സ്ഥിതിയാണെങ്കിൽ ആ വാഹനമൊക്കെ ഈ റോഡിലൂടെ പോവുകയാണെങ്കിൽ എന്താവുമായിരുന്നു നമ്മുടെ നാടിന്റെ സ്ഥിതി? ആ പ്രദേശത്തുള്ളവർക്ക് വാഹനവുമായി പുറത്തിറങ്ങാൻ വേണ്ടി പറ്റാത്ത സ്ഥിതിയായിരുന്നു ഉണ്ടാവുക. കേരളത്തിലാകെ അതിൻ്റെ ഗുണമുണ്ടാകും, കോഴിക്കോട് ജില്ലയിലും മലബാറിലും ഗുണമുണ്ടാകും. എന്നാൽ അതിൽ ഏറ്റവും ഗുണം അനുഭവിക്കുന്ന ജനങ്ങൾ ബേപ്പൂരിലെ ജനങ്ങളാണ്. അത് LDFന് കൂടുതൽ കരുത്ത് പകരും. ചാലിയം, കോട്ടക്കണ്ടി, വട്ടപ്പറമ്പ് ക്വാർട്ടേഴ്സ്, മുരുകല്ലിങ്ങൽ, മണ്ണൂർ ആലുംകുളം, കടലുണ്ടി ലൗലി കോർണർ, പിലാക്കാട്ട്, മണ്ണൂർ തച്ചാമൊടി താഴം എന്നീ സ്വീകരണ കേന്ദ്രങ്ങൾ പിന്നിട്ട് രാത്രി മുക്കത്ത് കടവിൽ സമാപിച്ചു. LDF നേതാക്കളായ മുരളി മുണ്ടേങ്ങാട്ട്, ബാദുഷ കടലുണ്ടി, പ്രകാശ് കറുത്തേടത്ത്, ബഷീർ പാണ്ടികശാല, K ബീരാൻകുട്ടി, P ജയപ്രകാശൻ തുടങ്ങിയവരും പ്രവർത്തകരും വിവിധ ഇടങ്ങളിൽ സ്ഥാനാർത്ഥിക്കൊപ്പമുണ്ടായിരുന്നു. ന്യൂസ് ബ്യൂറോ, ഫറൂഖ്. UDF കേരളത്തിൽ അധികാരത്തിൽ വന്ന